ഹായ് നമസ്കാരം, അഭിനവാണ്. അപ്പോൾ ഇന്ന് ശബ്ദം എന്ന് പറയുന്ന ലാസ്റ്റ് 9ാം ക്ലാസ്സിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ശബ്ദത്തിലെ വിലയിരുത്താം ലെറ്റ്സസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിലായിരിക്കും ചെയ്യുന്നു പോകുന്നത്. റെഡി? ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്. നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രംസ്, മദ്ദളം, അതുപോലെ ബ്യൂഗിൾ. ഡ്രംസ്, മദ്ദളം, ബ്യൂഗിളിൽ ഏത് ഭാഗം വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ഏത് ഭാഗം കമ്പനം ചെയ്യുമ്പോഴാണ് ശബ്ദം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഡ്രംസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡ്രംസ് എന്ന് പറഞ്ഞാൽ ചെണ്ടയൊക്കെ അല്ലേ നമുക്ക് ആദ്യം തന്നെ ഓർമ്മ വരുന്നത്. അപ്പോൾ അതൊക്കെ പോലെയുള്ള ഒരു ഉപകരണം, ചെണ്ട, മദ്ദളം എന്നൊക്കെ പറയുന്ന പോലെയുള്ള. അപ്പോൾ ഡ്രംസിൻ്റെ ഏത് ഭാഗമാണ് മെയിനായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നത്, കമ്പനം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡയഫ്രം ആണെന്ന് പറയാം. ഡയഫ്രം അല്ലെങ്കിൽ തുകൽ എന്ന് പറയുന്നതിനേക്കാൾ ഇച്ചിരി കൂടി നല്ലത് ഡയഫ്രം ആയിരിക്കും. റെഡി? അടുത്തത് മദ്ദളമാണ്. മദ്ദളം എന്ന് പറഞ്ഞാലും സെയിം ഈ ചെണ്ടേൻ്റെ തബലേൻ്റെ ഒക്കെ കൂട്ടത്തിൽ പോകുന്ന സാധനം തന്നെയാണ് മദ്ദളത്തിൻ്റെ മെയിനായിട്ട് കമ്പനം ചെയ്യുന്ന വൈബ്രേറ്റ് ചെയ്യുന്ന ഭാഗം ഡയഫ്രം തന്നെയാണ്, അല്ലെങ്കിൽ സ്ട്രെച്ചഡ് മെമ്പറൈൻ എന്നൊക്കെ പറയാം. തുകൽ തന്നെയാണ്. അടുത്തത് ബ്യൂഗിളാണ്. ബ്യൂഗിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ബാൻഡ് സെറ്റിൽ, സ്കൂൾ ബാൻഡ് സെറ്റിൻ്റെ കൂടെയൊക്കെ ഉണ്ടാകുന്ന ഒരു ഊതുന്ന PP പോലെയുള്ള ഒരു സാധനമില്ലേ, അതിനെയാണ് ബ്യൂഗിൾ എന്ന് പറയുക. ഇങ്ങനെ ചൊറഞ്ഞൊക്കെ ഉണ്ടാവും, ഈ ഭാഗത്തു നിന്നായിട്ട് ഇങ്ങനെ ഊതുമ്പോൾ ഇവരുടെ സൗണ്ട് വരും, ബ്യൂഗിൾ എന്ന് പറയും. അപ്പോൾ ഊതി കൊടുക്കുകയാണ് ഇതിൽ ചെയ്യുന്നത് എന്ന് വെച്ചാൽ വായുവാണ്, എയറാണ് ഇവിടെ വൈബ്രേറ്റ് ചെയ്യുന്നത്, കമ്പനം ചെയ്യുന്നത് വായുവാണ്. റെഡി? അടുത്ത ചോദ്യം. ശബ്ദം കേൾക്കാൻ ഏതൊക്കെ ഘടകങ്ങൾ വേണം? ശബ്ദം കേൾക്കണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം 3 കാര്യങ്ങൾ നെസസറി ആയിട്ട് വേണം, ഉറപ്പായിട്ടും വേണ്ട, എസെൻഷ്യലായിട്ട് വേണ്ട 3 കാര്യങ്ങളുണ്ട്. 1, 2, 3 എണ്ണം. അതിൽ 1 ഇവിടെ തന്നിട്ടുണ്ട്, ശബ്ദ സ്രോതസ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സോഴ്സ് ഓഫ് സൗണ്ട് സോഴ്സ്. അപ്പോൾ 1 തന്നിട്ടുണ്ട്, ശബ്ദ സ്രോതസ്സാണെന്ന്. സൗണ്ട് ഉണ്ടാക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ ശബ്ദ സ്രോതസ് എന്ന് വിളിച്ചത്. സൗണ്ട് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, സൗണ്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു ഇയർ വേണം, ഇയർ വേണം, ചെവി. കുറച്ചുകൂടെ നല്ല രീതിയിൽ പറഞ്ഞാൽ അതിന് ശ്രവണേന്ദ്രിയം എന്ന് പറയാം. ശ്രവണേന്ദ്രിയം വേണം. ആദ്യമായിട്ട് ഇതിന് സോഴ്സ് വേണം, പിന്നെ കേൾക്കണം എന്നുണ്ടെങ്കിൽ ഒരു ശ്രവണേന്ദ്രിയം അല്ലെങ്കിൽ ഇയർ വേണം. പിന്നെ ഈ ശബ്ദം സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു മീഡിയം വേണം. മീഡിയം, അതായത് മാധ്യമം ആവശ്യമാണ്. മാധ്യമം ആവശ്യമാണ്. അപ്പോൾ സ്രോതസ് വേണം, ശബ്ദ സ്രോതസ് വേണം, അതുപോലെ മാധ്യമം വേണം, ശ്രവണേന്ദ്രിയവും വേണം, സോഴ്സ് വേണം, മീഡിയം വേണം, ഇയർ വേണം. ഈ 3 എണ്ണമാണ് മെയിനായിട്ട് വേണ്ടത്. ഇതിൽ സോഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്, ബാക്കി 2 എണ്ണമാണ് നമ്മൾ എഴുതേണ്ടത്. നെക്സ്റ്റ് ചോദ്യം. ഖരവസ്തുക്കളിലൂടെയും ശബ്ദം പ്രേഷണം ചെയ്യും എന്ന് തെളിയിക്കുന്നതിന് ഒരു പ്രവർത്തനം ആസൂത്രണം ചെയ്യാം. പ്ലാൻ ആൻ ആക്ടിവിറ്റി ടു ഡെമോൺസ്ട്രേറ്റ് ദാറ്റ് സൗണ്ട് ട്രാവൽസ് ത്രൂ സോളിഡ്സ്. വളരെ എളുപ്പമുള്ള ഒരു പരിപാടിയാണ്. സോളിഡ്സിലൂടെ അല്ലെങ്കിൽ ഖരവസ്തുക്കളിലൂടെ ശബ്ദം പ്രേഷണം ചെയ്യും അല്ലെങ്കിൽ ട്രാവൽ ചെയ്യും എന്നുള്ളതിനാണ് സൗണ്ട് പ്രൊപ്പഗേഷൻ സോളിഡ് കൂടെയും പോസിബിൾ ആണെന്ന് കാണിക്കുന്ന ഒരു എക്സ്പെരിമെൻറ്റാണ് ചെയ്യാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെൻ്റ്, ഒരു ടേബിൾ എടുക്കുക. ടേബിളിൻ്റെ ഒരു സൈഡിലായിട്ട്, ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് ഒരാളോട് ഇങ്ങനെ ചെവി വെച്ച് ഈ ഭാഗത്ത് ഇങ്ങനെ നിൽക്കാൻ വേണ്ടി പറയാം. നേരെ ഇപ്പുറത്തെ ഭാഗത്ത് മറ്റേ സൈഡിൽ വന്നിട്ട് ഒരാളിപ്പുറം നിൽക്കുക, എന്നിട്ടൊരു ട്യൂണിങ് ഫോർക്ക് വൈബ്രേറ്റ് ആയിട്ട് ഇവിടെ വെച്ച് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നുണ്ടാകുന്ന സൗണ്ട് ഇതിങ്ങനെ പോയി രണ്ടാമത്തെ ആളുടെ റൈറ്റ് സൈഡിലുള്ള ആളുടെ ചെവിയിൽ പോയിട്ട് ഡയഫ്രം ഒക്കെ കമ്പനം ചെയ്ത്, കർണവിടെ കമ്പനം ചെയ്ത് മൂപ്പര് ഇവിടെ കേൾക്കും. ഈ മേശേൻ്റെ മേലെയുള്ള ഭാഗം തടി കഷ്ണമായിരിക്കും. തടി എന്ന് പറഞ്ഞാൽ അത് സോളിഡാണ്, ഖരവസ്തുവാണ്. അങ്ങനെയാണെങ്കിൽ ഇത് മതി. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ചെറുപ്പത്തിലൊക്കെ ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ പേപ്പർ ഗ്ലാസ് വെച്ചിട്ട് 2 പേപ്പർ ഗ്ലാസ് എടുക്കുക, ഒരു 2 എണ്ണം എടുക്കുക. ഒന്ന് ഈ ഗ്ലാസ് ആണെന്ന് വിചാരിക്കും, പേപ്പർ ഗ്ലാസ്. വേറൊരു ഗ്ലാസ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2നെയും നടുവിലായിട്ട് ഒരു ദ്വാരം ഇട്ടിട്ട് ഒരു നൂലെടുത്തിട്ട് 2നെയും നല്ല ടൈറ്റായിട്ട് വലിച്ചു പിടിക്കാം. ഇനി ഒരാൾ ഇവിടെ നിന്ന് സംസാരിക്കുക, മറ്റേ ആൾ ഇവിടെ ചെവിയായിട്ട് നിൽക്കുക. എന്ന് വെച്ചാൽ മറ്റേ ഗ്ലാസ് ചെവിയോട് അടുപ്പിച്ച് വെച്ചേക്കുക. ചെവി ഇങ്ങനെ കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന സൗണ്ട് ഈ നൂലിലൂടെ ഇങ്ങനെ പോയിട്ട്
ഇയാളുടെ ഇപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ചെവിയിലെത്തും. ഈ നൂല് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സോളിഡാണ് എന്നറിയാലോ. അപ്പോൾ ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് മതി. ഒന്നുമല്ലെങ്കിൽ ഒരു മേശേനെ മുകളിൽ ഒരു മേശ ഒരാളോട് ഇവിടെ വീണ്ടും ചെവി വെച്ച് കിടക്കാൻ പറയാം. എന്നിട്ട് വേറെ ഒരാൾ ഇപ്പുറം വന്ന് നിന്നിട്ട് ഇതിൻ്റെ മുകളിൽ മെല്ലെ മുട്ടിക്കൊടുത്താൽ മതി. റെഡി? നമ്മൾ ഉച്ചക്കെല്ലാം ഫ്രീ പീരീഡിൽ ചെയ്യുന്ന പരിപാടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം. താഴെ കുറച്ച് 4 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയോ തെറ്റോ ഉണ്ടോ നോക്കാം. തെറ്റുണ്ടെങ്കിൽ മാത്രം തിരുത്തുക. എന്ന് വെച്ചാൽ 4 തന്നിട്ടുണ്ട്. അതിൽ റോങ് ആയിട്ടുണ്ടെങ്കിൽ മാത്രം അതിനെ തിരുത്തി എഴുതണം. എഴുതിയ സാധനം റൈറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിനനക്കണ്ട. റെഡി? ഒന്നാമത്തെ ചോദ്യം വായിച്ചു നോക്കാം. ഒന്നാമത്തെ പോയിന്റ് വായിച്ചു നോക്കാം. ശബ്ദം ശൂന്യതയിലൂടെയും സഞ്ചരിക്കും എന്ന് വെച്ചാൽ സൗണ്ട് ക്യാൻ ട്രാവൽ ത്രൂ വാക്വം. ശരിയാണോ തെറ്റാണോ എന്ന് ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. ശരി, വാക്വത്തിലൂടെ അല്ലെങ്കിൽ ശൂന്യതയിലൂടെ ശബ്ദം സഞ്ചരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് തെറ്റാണ്. പിന്നെയോ എങ്ങനെ ഇത് തിരുത്താം? ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കും എന്നുള്ളത് വെട്ടിക്കളിയാം. സഞ്ചരിക്കില്ല എന്നാക്കാം. സഞ്ചരിക്കില്ല. സൗണ്ട് ക്യാൻ ട്രാവൽ ത്രൂ വാക്വം എന്നാണ് പറഞ്ഞത്. ക്യാന് മാറ്റിയിട്ട് ക്യാൻ നോട്ട് എന്ന് എഴുതി കൊടുക്കാം. ക്യാൻ നോട്ട് ട്രാവൽ ത്രൂ വാക്വം. ഇനി അടുത്ത പോയിന്റ് വായിച്ചു നോക്ക്. സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ വൈബ്രേഷൻ ഓഫ് ഒബ്ജക്ട്സ്. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയല്ലേ? ശരിയാണ്. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. അടുത്ത പോയിന്റ്, ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ സോളിഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഇൻ ഗ്യാസസ്. ഖരവസ്തുക്കളിൽ ശബ്ദവേഗം വാതകങ്ങളിലേതിനേക്കാൾ കൂടുതലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഖരവസ്തുക്കളിൽ സോളിഡ്സിൽ തന്നെയാണ് സൗണ്ടിന് സ്പീഡ് കൂടുതലുള്ള. അപ്പോൾ അടുത്ത പോയിന്റും ശരിയാണ്. സിയും ശരിയാണ്. ലാസ്റ്റ് പോയിന്റ് വായിച്ചു നോക്കാം. സ്പീഡ് ഓഫ് സൗണ്ട് ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ ഇൻക്രീസസ്. താപനില കൂടുമ്പോൾ ശബ്ദവേഗം കുറയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എടാ അത് തെറ്റാണ്. ലാസ്റ്റ് പോയിന്റ് തെറ്റാണ്. താപനില കൂടുമ്പോൾ, ടെമ്പറേച്ചർ കൂടുമ്പോൾ ശബ്ദവേഗം കുറയല്ല ചെയ്യുക, ശബ്ദവേഗം കൂടുകയാണ് ചെയ്യുക. കൂടുന്നു എന്നാക്കിയാൽ മതി. സ്പീഡ് ഓഫ് ലൈറ്റ് ഡിക്രീസസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് മാറ്റിയിട്ട് ഒന്നെങ്കിൽ ഈ ഇൻക്രീസസ് മാറ്റി ഡിക്രീസ് കൊടുക്കുക, അല്ലെങ്കിൽ ഈ ഡിക്രീസ് മാറ്റി ഇൻക്രീസ് കൊടുക്കുക. അവിടെ തിരിച്ചു കൊടുത്താൽ മതി. റെഡി? ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? സ്പീഡ് ഓഫ് സൗണ്ട് ഡിക്രീസസ് ആസ് ടെമ്പറേച്ചർ ഡിക്രീസസ് എന്നാക്കിയാൽ മതി. ഡിക്രീസസ്. റെഡിയാണോ? ഓക്കെ, അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഗിവൺ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പ്രൊഡ്യൂസ് സൗണ്ട് ബൈ വൈബ്രേഷൻ ഓഫ് എ ലെതർ ഡയഫ്രം. ഡയഫ്രം വൈബ്രേറ്റ് ചെയ്തിട്ട് സൗണ്ട് ഉണ്ടാക്കുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് എന്നുള്ളത്. എടാ താഴെ കുറച്ച് എന്തൊക്കെയോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് സംഗീതോപകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ തുകൽ കമ്പനം ചെയ്തിട്ട് ശബ്ദമുണ്ടാക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വയലിനുണ്ട്, ചെണ്ടയുണ്ട്, ഫ്ലൂട്ടുണ്ട്, മൃദംഗമുണ്ട്, വീണയുണ്ട്, തബലയുണ്ട്. വയലിൻ, ചെണ്ട, ഓടക്കുഴൽ, മൃദംഗം, വീണ, തബല. നോക്കാം, ഓരോന്നും എടുത്തിട്ട് എല്ലാം അങ്ങ് പഠിച്ചേക്കാം. എല്ലാത്തിനകത്തും എന്താണ് വൈബ്രേറ്റ് ചെയ്യുന്നത്, കമ്പനം ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കാം. നോക്കൂ, ആദ്യത്തെ സാധനം വയലിനിൽ കമ്പനം ചെയ്യുന്ന പറഞ്ഞാൽ വൈബ്രേറ്റ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് കമ്പിയാണ്. കമ്പി അഥവാ സ്ട്രിങ് എന്ന് പറയും. ഇനി അടുത്തത് ചെണ്ടയാണ്. ചെണ്ടയിൽ കമ്പനം ചെയ്യുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ തുകലാണ്. തുകലിന് തു എന്ന് എഴുതുന്നുണ്ട്. ഡയഫ്രം എന്ന് പറയും അല്ലേ? ഡയഫ്രമാണ്. അടുത്തത് ഓടക്കുഴൽ, ഫ്ലൂട്ടിനകത്ത് നമ്മൾ ഊതി കൊടുക്കുകയല്ലേ ചെയ്യാം. ഊതി കൊടുക്കുകയാണ് എന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് വായുവാണ് അവിടെ കമ്പനം ചെയ്യുന്നത്. വായുവിന് എയർ എന്ന് പറയും അല്ലേ? എയർ. ഇനി മൃദംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ മുഖ സിനിമയിൽ പൃഥ്വിരാജ് കൊണ്ടുവരുന്ന ആ സാധനം, തബല പോലെയുള്ള ചെണ്ട പോലൊക്കെ ഉള്ളൊരു സാധനം, അതാണ് മൃദംഗം. മൃദംഗത്തിൽ തീർച്ചയായിട്ടും കമ്പനം ചെയ്യുന്ന ഭാഗം ഏതാണെന്ന് വെച്ചാൽ അത് തുകലാണ്. തുകൽ ഡയഫ്രമാണ്.
ഇനി വീണേൻ്റെ കാര്യം നോക്കിയാൽ വീണയിൽ ഒരുപാട് കമ്പി വലിച്ചു കെട്ടിയത് കാണാം. അപ്പോൾ ഇവിടെ കമ്പനം ചെയ്യുന്നത്, വൈബ്രേറ്റ് ചെയ്യുന്നത് ആരാന്ന് വെച്ചാൽ അത് സ്ട്രിങ്സ് ആണ്. സ്ട്രിങ്സിന് കമ്പികൾ എന്ന് പറയും. കമ്പി. ലാസ്റ്റുള്ളത് തബലയാണ്. തബലയിൽ തീർച്ചയായിട്ടും കമ്പനം ചെയ്യുന്നത് ആരാന്ന് വെച്ചാൽ അത് തുകൽ ആണ്. വീണ്ടും തുകലാണ്. തുകൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഫ്രം തന്നെ കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതൊന്നുമല്ല നമ്മളെ ചോദ്യം. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ലെതർ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ, ലെതർ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്തിട്ട് സൗണ്ട് ഉണ്ടാക്കുന്ന, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഏതാണെന്നുള്ളതാണ്. അപ്പോൾ ചെണ്ട വരും. ചെണ്ട, മൃദംഗം, തബല. ചെണ്ട, മൃദംഗം, തബല എന്നാണ് നമ്മുടെ ആൻസർ വരിക. റെഡി? അടുത്ത ചോദ്യം. ചാന്ദ്രയാത്രികർക്ക് ചന്ദ്രോപരിതലത്തിൽ നിന്നുകൊണ്ട് നേരിട്ട് സംസാരിക്കുന്നതിനെ പരസ്പരം കേൾക്കുവാൻ സാധിക്കുമോ? എന്തുകൊണ്ട്? Can astronauts directly hear each other while talking on the lunar surface? ഇതുപോലൊരു ചോദ്യം ടെക്സ്റ്റിൽ നേരത്തെ ഉണ്ടായിരുന്നു. അത് ബഹിരാകാശം, സ്പേസിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന കാര്യം. എടാ സെയിം അതേ ഉത്തരം തന്നെ അവിടെ ചെയ്യാനുള്ളൂ. സ്പേസിൽ ആരില്ല? എയർ ഇല്ല, അല്ലെങ്കിൽ വേറെ മീഡിയംസ് ഒന്നുമില്ല. റെഡി? സ്പേസിൽ അല്ലെങ്കിൽ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ, ചന്ദ്രോപരിതലത്തിൽ, ലൂണാർ സർഫസിൽ ഒന്നുമില്ല. അറ്റ്മോസ്ഫിയർ പോലും ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ സൗണ്ടിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി, ശബ്ദത്തിന് സഞ്ചരിക്കാൻ വേണ്ടിയുള്ള ഒരു മാധ്യമവും ഇല്ല. വരേണ്ട പോയിൻ്റ് അതാണ്. മാധ്യമം ഇല്ല. മാധ്യമത്തിന് മീഡിയം എന്നല്ലേ പറയാം. മീഡിയം ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യൂല? സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യില്ല, സൗണ്ട് ട്രാവൽ ചെയ്യൂല. അങ്ങനെയാണെങ്കിൽ അടുത്തടുത്ത് നിന്നിട്ട് പോലും സംസാരിച്ചാൽ ഈ ആസ്ട്രോണറ്റ്സ് കേൾക്കില്ല. അങ്ങനെ കേൾക്കാണ്ട് നിൽക്കുമ്പോൾ അവിടെ ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ? ഇവർക്ക് പരസ്പരം ആശയവിനിമയം നടത്തണമെന്നുണ്ടെങ്കിൽ അവർ ഉപയോഗിക്കുന്നത് റേഡിയോ സംവിധാനങ്ങൾ ഉപയോഗിക്കും. റെഡി? അടുത്ത ചോദ്യം. സംഗീത സ്വരം, ഒച്ച എന്നിവയ്ക്ക് ഓരോ ഉദാഹരണം എഴുതുക. സംഗീത സ്വരം എന്ന് പറഞ്ഞാൽ കേൾക്കാൻ നല്ല രസമുണ്ടാവും. ഇവിടെ മ്യൂസിക്കും നോയ്സും രണ്ടിനും ഓരോ എക്സാമ്പിളാണ് വേണ്ടേ. മ്യൂസിക് എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ടാകും കേൾക്കുക. റെഗുലർ വൈബ്രേഷൻ ആയിരിക്കും. വളരെ ക്രമമായിട്ടുള്ള കമ്പനം കൊണ്ടുണ്ടാകുന്ന സാധനമാണ് സംഗീത സ്വരം അല്ലെങ്കിൽ സംഗീതം. ഒച്ച എന്ന് പറഞ്ഞാൽ നോയ്സ് എന്ന് പറയും. ഒച്ച എന്ന് പറഞ്ഞാൽ നോയ്സാണ്. നോയ്സ് എന്ന് പറഞ്ഞാൽ കേൾക്കാൻ ഒരു രസം ഉണ്ടാവില്ല, ഭയങ്കര അരോചകമായിട്ടുണ്ടാവും, ഡിസ്റ്റർബിങ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അന്നല്ല നമ്മുടെ ഇവിടെ ചോദ്യം. ഇവിടെ ചോദ്യം എന്ന് പറഞ്ഞാൽ രണ്ടിനും ഓരോ എക്സാമ്പിളാണ് എഴുതേണ്ടത്. എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ സംഗീത സ്വരത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് പറയാം? ഓടക്കുഴലിൽ നിന്നുള്ള ശബ്ദം, ഓടക്കുഴലിൽ നിന്ന് വരുന്ന ശബ്ദം പറയാം, അല്ലെങ്കിൽ സംഗീതം പറയാം. അതുപോലെ വയലിന്, വീണ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറയാം. ഇനി ഒച്ചയാണെങ്കിലോ, ഒച്ചയ്ക്ക് നിങ്ങൾക്ക് കേൾക്കാൻ ഡിസ്റ്റർബിങ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും പറയാം. ടെക്സ്റ്റിൽ പറഞ്ഞൊരു എക്സാമ്പിൾ ഏതാണെന്ന് വെച്ചാൽ ചിരട്ട എടുത്തിട്ട് ചിരട്ട വീണ ഉണ്ടാക്കി അത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത് മ്യൂസിക്. ഇനി അതേ ചിരട്ട എടുത്ത് പാറയുമ്പോൾ കൊണ്ടിട്ട് വരച്ച് കഴിഞ്ഞാൽ അത് നോയ്സ്. പറയുമ്പോലിട്ട് വരയ്ക്കുമ്പോൾ നല്ല സൗണ്ട് അല്ലല്ലോ, നല്ല ശബ്ദമല്ല കേൾക്കുക. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഒച്ച. ഇതേ ചിരട്ട വെച്ച് ചിരട്ട വീണ ഉണ്ടാക്കിയാൽ അതിനെ വിളിക്കുന്ന പേര്, അവിടെ നിന്ന് വരുന്ന സംഗീതത്തെ അല്ലെങ്കിൽ ആ ശബ്ദത്തിനെ വിളിക്കുന്ന പേര് സംഗീതം ഓർ സംഗീത സ്വരം എന്നൊക്കെ പറയും. റെഡിയല്ലേ? അപ്പോൾ കുഞ്ഞ് ചാപ്റ്ററിനും ഒരു 3 ക്വസ്റ്റ്യൻസ് കൂടെയുള്ളൂ. പെട്ടെന്ന് നോക്കിക്കളയാം. അടുത്ത ക്വസ്റ്റ്യൻ, 8ാമത്തെ ചോദ്യം. ശബ്ദമലിനീകരണം കുറയ്ക്കാൻ 2 മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കാം. സജസ്റ്റ് 2 ways to reduce noise pollution. ശബ്ദമലിനീകരണം കുറയ്ക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും. ഇവിടെ കുറേ പരിപാടികളുണ്ട്. ടെക്സ്റ്റിൽ ലാസ്റ്റ് കുറേ പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും 2 എണ്ണം. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇവിടെ ഒരെണ്ണം പറയുകയാണെങ്കിൽ ഹോസ്പിറ്റല്, സ്കൂള്, കോടതി പോലെയുള്ള സ്ഥലത്തൊന്നും അനാവശ്യമായിട്ട് ഹോണടിക്കാണ്ടിരിക്കുക. പിന്നെ രണ്ടാമതായിട്ട് എന്ത് പറയാം? 10 മണിക്ക് ശേഷം, രാത്രി 10 മണിക്ക് ശേഷം, പുലർച്ചെ 6 മണീൻ്റെ മുന്നേ, 10 PM ശേഷം 6 AM മുന്നേ ഉള്ള സമയത്ത് വലിയ തരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്, അതൊന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും പരീക്ഷയ്ക്ക്. ഇനി അടുത്ത ചോദ്യം. ചുവടെ നൽകിയവയിൽ ഏതിലാണ് ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ വേഗം ഉള്ളത്, കുറഞ്ഞ വേഗമോ? താഴെ എന്തൊക്കെയോ തന്നിട്ടുണ്ട്. സോളിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്, വാക്വം ഉണ്ട്, ലിക്വിഡ് ഉണ്ട്. അതിൽ സൗണ്ടിന് ഏറ്റവും സ്പീഡ് കൂടുതലുള്ളത് ഏതിലൂടെയാണ്, അതുപോലെ ഏറ്റവും സ്പീഡ് കുറവുള്ളത് ഏതിലൂടെയാണ് എന്നുള്ള ചോദ്യം. ഇവിടെ ഒന്നാമത്തെ ഖരം സോളിഡ് നോക്കൂ. സോളിഡിലാണ്
ശബ്ദം ഏറ്റവും നന്നായിട്ട് സ്പീഡിൽ പോകുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സൗണ്ടിന് സ്പീഡ് ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ അത് സോളിഡിലാണ്. അതുപോലെ ഏറ്റവും കുറവ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വാതകത്തിലാണ്, ഗ്യാസിലാണ്. നമുക്ക് അടുത്ത ഓപ്ഷനായിട്ട് ഇവിടെ ശൂന്യത കാണാം. ശൂന്യതൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ശൂന്യതയിലൂടെ ഇയാൾ സഞ്ചരിക്കുന്നേയില്ല. ശൂന്യതയിലൂടെ അല്ലെങ്കിൽ വാക്വത്തിലൂടെ സൗണ്ട് ട്രാവൽ ചെയ്യുന്നില്ല, സീറോവാ. റെഡി ആയിട്ടുണ്ടോ? അടുത്ത ചോദ്യം, ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണെന്ന് തെളിയിക്കുന്ന ബെൽ ജാർ പരീക്ഷണം, ബെൽ ജാർ എക്സ്പെരിമെൻറ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. ഡിസ്ക്രൈബ് ദ ബെൽ ജാർ എക്സ്പെരിമെൻറ്റ് ടു പ്രൂവ് ദാറ്റ് സൗണ്ട് റിക്വയേഴ്സ് എ മീഡിയം ഫോർ ഇറ്റ്സ് പ്രൊപ്പഗേഷൻ. ബെൽ ജാർ പരീക്ഷണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെറ്റപ്പ് ചെയ്തെടുക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടെക്സ്റ്റിലുള്ള സെയിം പരിപാടി. ഒരു ജാർ എടുക്കുക, ഒരു ജാർ നിറഞ്ഞൊന്നുമില്ല, ഒരു പാത്രം എടുക്കുക. ഈ പാത്രത്തിനൊരു മൂടിയൊക്കെ ഉണ്ടാവും. ഇതിലേക്ക് പുറത്തുനിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ, പുറത്തുനിന്ന് ഒരു സ്വിച്ച് വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബെല്ലെടുത്തിട്ട് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ഇവിടെ മൂടിയുണ്ട്, മൂടി ടൈറ്റായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ എന്താ പറയുക, ഒരു ഹോൾ ഇട്ടിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി വേറെ ഒരു സ്ട്രോ പോലെയുള്ള അല്ലെങ്കിൽ ഒരു പൈപ്പ് ഇങ്ങനെ എടുത്തിട്ട് പുറത്തേക്ക് വെച്ചേക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ സ്വിച്ച് ഓണാക്കുക. സ്വിച്ച് ഓണായി കഴിഞ്ഞാൽ ഈ ബെല്ല് ഇവിടെ കിടന്ന് വൈബ്രേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ബെല്ലിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാനും പറ്റും, അതേസമയം ബെല്ല് വൈബ്രേറ്റ് ചെയ്യുന്നത് കാണാനും പറ്റും. ഇനി ചെയ്യേണ്ട കാര്യം ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, എയറിനെ പുറത്തേക്ക് ഇങ്ങനെ സക്ക് ചെയ്ത് പുറത്തേക്ക് വലിച്ചുകൊണ്ടേയിരിക്കുക, വായുവിനെ നീക്കം ചെയ്തുകൊണ്ടേയിരിക്കുക. ഒന്നെങ്കിൽ അത് നമ്മുടെ വായു ഉപയോഗിച്ച് ചെയ്യാം. വായു കടയുന്നുണ്ടെങ്കിൽ, വേദനയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വാക്വം പമ്പ് എന്ന് കേട്ടിട്ടുണ്ടോ, ആ സാധനം ഇവിടെ ഈ ഭാഗത്ത് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിനുള്ള കംപ്ലീറ്റ് വായു അങ്ങ് പോയി കിട്ടും. അങ്ങനെ ഇവിടുന്ന് വായു എയർ നീക്കം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ വായു ഇവിടെ നിന്ന് ഈ ഭാഗത്തുനിന്ന് വായു കുറഞ്ഞ് പോകുന്നതിനനുസരിച്ചിട്ട് ശബ്ദത്തിൻ്റെ എന്താ പറയുക, ആ തീവ്രത എന്നൊക്കെ പറയില്ലേ, അതിങ്ങനെ കുറഞ്ഞ് വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും, അനുഭവിക്കാൻ വേണ്ടി പറ്റും. റെഡി? ഇതാണ് ബെൽ ജാർ പരീക്ഷണത്തിൻ്റെ ഒരു സമ്മറി എന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത ചോദ്യം ഇല്ല, തീർന്നു. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. ചെറിയ ചാപ്റ്ററാണ്. കഴിഞ്ഞ കൊല്ലം പഠിച്ചതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ വേണമെങ്കിൽ അങ്ങനെ പറയാം. കഴിഞ്ഞ കൊല്ലം പഠിച്ച അത്ര പോലും ഇല്ല എന്നും പറയാം. അത്രയും കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പോൾ പുതിയ മാറി വരുന്ന ടെക്സ്റ്റിൻ്റെ അകത്ത് കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കാം, അറിയില്ല. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. താങ്ക്